ഈ 17 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് അവരുടെ ജീവിതം വളരെയധികം കാണാൻ കഴിഞ്ഞു. തികച്ചും അടിമകൾ എന്ന് നമ്മൾക്ക് ഇന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നു വന്നവർ. രാവിലെ സൂര്യൻ ഉദിക്കുമ്പം പണിക്ക് വരിക, എന്നിട്ട് ഒരു 1.5-2.5 മണിക്ക് അന്ന് പച്ചനെല്ല് അളന്നു കൊടുക്കുക, അത് കൊണ്ടുപോയിട്ട് ഇടിച്ച് അരിയാക്കി കഞ്ഞി വെച്ച് കുടിച്ച് വീണ്ടും പണിക്ക് വരിക. പിന്നെ സൂര്യൻ അസ്തമിച്ച് ആളെ മുഖത്തോട് മുഖം കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാവുന്നവരെ വയലിൽ പണിയെടുക്കുക എന്നാണ് അവസ്ഥ. ഈ കൂലി തന്നെ ആണ് പച്ചനെല്ല് എന്ന് പറയുന്നത്. പിന്നെ ഒരു കൂലിയൊന്നുമില്ല. പിന്നെ ശീതകാലത്ത് പുതയ്ക്കാൻ പുതപ്പ് 2 വാങ്ങിക്കൊടുക്കും. പട്ടിണിയൊക്കെ ആകുമ്പോൾ കനിവുള്ളവരാണെങ്കിൽ കഞ്ഞി എന്തെങ്കിലും കൊടുക്കാൻ ഇടയുണ്ട്. കാരണം വിളഞ്ഞ് കഴിഞ്ഞ് കൊയ്ത് ഈ നിരയിലൊരു ഇടസമയമുണ്ടല്ലോ, അപ്പോൾ അവിടെ പരമദാരിദ്ര്യം തന്നെയാണ്. ഈ ദരിദ്രാവസ്ഥ നമ്മളെ നാട്ടിലുണ്ട് എന്നതാണ് എന്നെ അധികം വിഷമിപ്പിച്ചൊരു കാര്യം. മനസ്സിൽ പച്ച പടർത്തുന്ന എഴുത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വത്സലയുടെ സഞ്ചാരം യാദൃച്ഛികമല്ല. അറിഞ്ഞതിനോടും അറിയാനിരിക്കുന്നതിനോടും ചിന്ത കൊണ്ടും മനസ്സുകൊണ്ടും നടത്തിയ നിരന്തര സംവാദത്തിൻ്റെ സൃഷ്ടിയായിരുന്നു വത്സലയുടെ കഥകളും നോവലുകളും. വത്സലയുടെ കഥകൾ പെണ്ണവസ്ഥകളുടെ കഥകളായി ചില നേരം വായനയെ പൊള്ളിക്കുന്നു. മക്കൾ നഷ്ടപ്പെട്ട അമ്മയുടെ വേദനയായി ചിലപ്പോൾ നേറിപ്പിടിക്കുന്നു. ടീച്ചർ, എഴുത്തിലേക്ക് കടന്നു വരുന്ന സന്ദർഭം ഒന്ന് വിശദീകരിക്കാം. ആദ്യം വായനയിൽ ആയിരുന്നു, അതിൽ നിന്ന് എഴുത്തിലേക്ക് വന്നു. സ്കൂൾ മാഗസിൻ ഉണ്ടായിരുന്നു പ്രിൻ്റ് ചെയ്യുന്നത്. 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ആദ്യം അതെല്ലാം എഴുതി. അങ്ങനെയാണ് അച്ചടിച്ചത് ആദ്യം. ഒരേ മാഗസിനിൽ തന്നെ ഒരു ലേഖനവും ഒരു കവിതയും ഒരു കഥയും 3 എഴുതി. എഴുതാൻ അധികം ആളുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് 3 എഴുതിയത്. മലയാളം ടീച്ചർ പറഞ്ഞു എല്ലാം വേണമെന്ന്, അപ്പോൾ എല്ലാം എഴുതി കൊടുത്തു. അവരായിരുന്നു എഡിറ്റർ. പിന്നെ സ്കൂളിൽ നിന്ന് 2 കൊല്ലം അങ്ങനെ എഴുതിയുള്ളൂ, 9നും 10നും. പിന്നെ കോളേജിൽ നിന്ന് മാഗസിൻ പ്രിൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു സീനിയർ സ്റ്റുഡൻ്റ് ആയിരുന്നു സ്റ്റുഡൻ്റ് എഡിറ്റർ. അവർ പറഞ്ഞപ്പോൾ അതിലും ഇങ്ങനെയൊക്കെ തന്നെ എഴുതി കൊടുത്തു, കഥയും ലേഖനമൊക്കെ. ലേഖനം അതിൽ എഴുതിയ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ജിയുടെ കവിതകളെ പറ്റിയുള്ള ഒരു ലേഖനമായിരുന്നു. ആ ലേഖനം കുറച്ച് മെച്ചപ്പെട്ട ലേഖനമായിരുന്നു. അത് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും മാസികയ്ക്ക് കൊടുക്കണമെന്ന് എൻ്റെ കോളേജ് പ്രിൻസിപ്പലല്ല, മലയാളം പ്രൊഫസർ പറഞ്ഞു. നെല്ലിൻ്റെ ഒരു തുടർച്ചയായിട്ട് ആഗ്നേയം, കൂമൻകൊല്ലി തുടങ്ങിയ കൃതികളെ കാണാൻ കഴിയും. ആഗ്നേയം നെല്ലിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. കൂമൻകൊല്ലി അതിൻ്റെ 3ാമത്തെ ഭാഗമായിട്ടും. നെല്ല് വയനാട്ടിലെ ആദിവാസികളുടെ അതിപ്രാകൃത കാലത്തെ ജീവിതത്തിൻ്റെ ആവിഷ്കാരമാണ്. അതിലുള്ള കഥാപാത്രങ്ങൾ മാറിയ കാലത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് ആഗ്നേയത്തിൽ കാണാൻ പറ്റും. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ചുറ്റുപാടിൽ അന്ന് തീവ്രവാദി രാഷ്ട്രീയം ഉണ്ടായിരുന്ന കാലത്ത് ആ പശ്ചാത്തലത്തിലാണ് ആഗ്നേയം എഴുതിയത്. ആഗ്നേയത്തിലെ നങ്ങേമ ഒരു പ്രധാന കഥാപാത്രമാണ്. എൻ്റെ ആത്മാംശം ഏറ്റവും കൂടുതലുള്ളൊരു കഥാപാത്രമാണ്. അതെന്ന് ഇപ്പോഴൊക്കെ വായിച്ചു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. അന്ന് ആവശ്യമായി വന്ന ഒരു സാമൂഹിക മാറ്റം ആണ് ആഗ്നേയത്തിലുള്ളത്. കൂമൻകൊല്ലിയിൽ തിരിച്ചു വരികയാണ്. പിന്നെ അങ്ങനെ ഒരു മാറ്റം കഴിഞ്ഞിട്ട് ഭൂമി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഭൂമിക്ക് പാരിസ്ഥിതികമായ അനേകം ആപത്തുകൾ ഉണ്ടാവുകയും കൃഷിഭൂമി പണ്ടത്തതുപോലെ വിലപിടിച്ചതല്ലാത്തതായി മാറുകയും ചെയ്തു എന്നതിൻ്റെ ഒരു നിരീക്ഷണമാണ് കൂമൻകൊല്ലി കാണുന്നത്.